ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? അതോ ഓൾറെഡി വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? കണിമംഗല ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. വരുണിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? ഉണ്ട്, എനിക്ക് ഭ്രാന്താണ്. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ തനിക്ക്? ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. അവരെത്തിയോ? അവരിപ്പോ എത്തും സാർ. ഇന്ന് തന്നെ അവരെ കൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം. അത് നമുക്കൊരു നേട്ടമാണ്. ഓക്കെ, അവർ വരട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? ഈ ഡ്രസ്സ് കരിഞ്ഞത് നിന്റെ കയ്യിൽ നിന്നാണോന്ന്? അതെ, ഞാൻ കരുതിക്കൂട്ടി കരിച്ചതാ. സ്വന്തം ഭാര്യ കൺമുന്നിലുള്ളപ്പോ ഇത്തരം ജോലികൾക്കൊക്കെ അവളെ ആശ്രയിക്കേണ്ടത്, അല്ലാതെ എന്നെയല്ല. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുജത്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ, അല്ലാതെ വേറെ അടിമപ്പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരും കരുതണ്ട. സാർ വരൂ. വരൂ വരൂ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പരമേശ്വരൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, ഇതുവരെയുള്ള ഡീലിങ്സ് അദ്ദേഹവുമായിട്ടായിരുന്നല്ലോ. അത് കുഴപ്പമില്ല. ഞാനും എൻ്റെ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ട് മാത്രമേ ഫൈനലൈസ് ചെയ്യാറുള്ളൂ. ഇനിയും ഇത്തരം പണികൾ എന്നെ ഏൽപ്പിച്ച ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാം. ഇതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ സാർ ഐ എം സോറി. നമുക്ക് ആരംഭിക്കാം. സാർ, നമ്മുടെ കോൺട്രാക്റ്റിലെ 1-2 ഡൗട്ടുകൾ ഇവർ ഉന്നയിച്ചിരുന്നു. മിസ്റ്റർ വരുൺ, ഞങ്ങളുടെ ഡൗട്ട്സ് ലാഭത്തിന്റെ വിഹിതത്തെക്കുറിച്ചാണ്. ഞങ്ങൾ പറയുന്ന ഡിമാൻഡ് വരുൺ അംഗീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അത് 10 വർഷത്തിന് ശേഷമാണ് പ്രാക്ടിക്കൽ ആവുക. അത് ഞങ്ങൾക്ക് റിസ്ക് ആണ്. 10 വർഷം സൈലന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളൊരു കമ്പനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സി മിസ്റ്റർ പത്മകുമാർ, ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങളോട് മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഒരുപാടുണ്ടായിരുന്നു. ബട്ട് ഐ പ്രിഫർ യു. അതിന്റെ കാരണം നിങ്ങളുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ്. സോ എഗ്രിമെന്റിലെ എന്റെ നിർദ്ദേശങ്ങളിൽ ഒരല്പം പോലും താഴാൻ എനിക്ക് പറ്റില്ല. പിന്നെ ലാഭവിഹിതത്തിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾക്ക് നഷ്ടമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ലെന്നത് അത് വരണമെന്ന് വിശദീകരിച്ചു തരാമോ? ഞാൻ കരുതിക്കൂട്ടി കരിച്ചതാ. മിസ്റ്റർ വരുൺ, വാട്ട് ഹാപ്പൻ? കയറി വന്ന നിമിഷം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? അതോ ഓൾറെഡി വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? കണിമംഗല ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. വരുണിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? ഉണ്ട്, എനിക്ക് ഭ്രാന്താണ്. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ തനിക്ക്? സാർ, അവർ ചോദിച്ചത് ആ അർത്ഥത്തിലല്ല. അതെ, വാക്കുകളുടെ അർത്ഥം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. വരുൺ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നമ്മൾ അങ്ങനെ ഒരു ടേബിളിലല്ലോ ഇരിക്കുന്നത്. വി ആർ പാർട്ട്നേഴ്സ്. എന്റെ ഓഫീസിൽ കയറി വരുന്നവർ എന്റെ സൗകര്യത്തിന് കാത്തിരിക്കണം. അല്ലെങ്കിലേ സംസാരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. വരുൺ, നിങ്ങൾ ആകെ ഇറിറ്റേറ്റഡ് ആണ്. മീറ്റിംഗ് വേണമെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. അതെ, എനിക്ക് പല ഇറിറ്റേഷൻസ് ഉണ്ട്.
അതൊന്നും നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല. വരുൺ, യു ആർ ജസ്റ്റ് ഇൻസൾട്ടിങ് എസ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഈ ബിസിനസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. സാർ എന്താ ഈ പറയുന്നേ? സാർ പ്ലീസ്. അതെ, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. കണിമംഗല ഗ്രൂപ്പിന് ഇവരുമായിട്ട് ബിസിനസ്സിന് താല്പര്യമില്ല. സാർ എക്സ്ക്യൂസ് മീ, സാർ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും. താൻ ഇനിയിപ്പോൾ വെള്ളപൂശാൻ നിൽക്കണ്ട. വരുൺ ആർക്കോ ഈ ബിസിനസ്സിന് കൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നേരെ ചൊവ്വേ അത് ഞങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒരു മര്യാദ കാണിക്കാമായിരുന്നു. സാർ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഞങ്ങൾ പരമേശ്വരൻ സാറിനോട് സംസാരിച്ചോളാം. ഇനി ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ല. വാടോ. ഹലോ രാധിക, താനിപ്പോ എവിടെയാ? ഞാൻ മ്യൂസിക് സ്കൂളിലാ. അല്ല, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്തിനാ? താൻ എൻ്റെ കൂടെ പോരണം. എൻ്റെ കൂടെ കുറച്ച് സമയം യാത്ര ചെയ്യണം. എനിക്ക് കുറച്ച് സംസാരിക്കണോളൂ. ഞാൻ വരില്ല. ആ പിന്നെ കൂടെ യാത്ര ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ പ്രിയങ്ക വിളിക്ക്. ഭാര്യയല്ലേ? എന്തിനാ ഈ ഭാര്യ എന്നുള്ള പദം ആവർത്തിച്ച് ഉപയോഗിക്കുന്നേ? അത് നീയല്ലേ? നിന്നെയല്ലേ ഞാൻ താലി കെട്ടിയത്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയണ്ട. എന്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കിന്ന് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കമ്പനിക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന കേസാണ്. പക്ഷെ വന്നവരുടെ മുമ്പിൽ എനിക്ക് ആ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. അവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. എന്റെ മനസ്സ് എന്റെ കയ്യിലല്ലായിരുന്നു. അവരുടെ അടുത്തിരിക്കുന്ന സമയം പോലും ഞാൻ തന്നെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. രാധിക പ്ലീസ്, ഞാൻ തന്നോട് അധികാരം കാണിക്കൊന്നുമല്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളോട് ഒരു അനുകമ്പയെങ്കിലും കാണിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5 minutes എങ്കിലും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ഞാൻ വരില്ല. എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരാനും പാടില്ല. എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതെ.